ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തെർമോഡൈനാമിക് സൈക്കിൾസ്. അതിൽ കാർനോട്ട് സൈക്കിളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കാർനോട്ട് സൈക്കിളും അതിൻ്റെ ഒരു പ്രോബ്ലവും. ഓക്കെ, അപ്പോൾ നമുക്ക് തെർമോഡൈനാമിക് സൈക്കിൾസ് 3 പഠിക്കാനുണ്ട്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഫസ്റ്റ് വൺ ഈസ് കാർനോട്ട് സൈക്കിൾ. ഇപ്പോൾ കാർനോട്ട് സൈക്കിൾ ഡിസൈൻ ചെയ്തത് ഫ്രഞ്ച് എഞ്ചിനീയർ സാദി കാർനോട്ടാണ്. ഇതൊരു തിയററ്റിക്കലായിട്ടുള്ള ഒരു സൈക്കിൾ എന്ന് പറയാം. മീൻസ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല കാർനോട്ട് സൈക്കിൾ. പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും അതുപോലെയുള്ള സൈക്കിൾസ് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഐഡിയൽ സൈക്കിളാണ് കാർനോട്ട് സൈക്കിൾ. അതായത് കാർനോട്ട് സൈക്കിളിലെ പ്രോസസ്സ്, അതായത് ആ ഒരു സൈക്കിൾ നമുക്ക് ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഒരു എൻജിനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ലാസ്റ്റ് നമ്മൾ പറയും. ഇപ്പോൾ കാർനോട്ട് സൈക്കിളിൽ നമുക്ക് 4 പ്രോസസ്സാണുള്ളത്. 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡയബാറ്റിക് പ്രോസസ്സും. നമുക്ക് ആദ്യം പി വി ഡയഗ്രം നോക്കാം. ഇതാണ് കാർനോട്ട് സൈക്കിൾ. 1 2 3 4 1. അതായത് കാർനോട്ട് സൈക്കിളിൽ സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നു. ദെൻ 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 1ലേക്ക്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 4 പ്രോസസ്സ് ഉണ്ട്. 4 പ്രോസസ്സ് ചേരുന്നതാണ് കാർനോട്ട് സൈക്കിൾ. പ്രോസസ് 1 to 2, പ്രോസസ് 2 to 3, 3 to 4 ആൻഡ് 4 to 1. ഇത്രയും പ്രോസസ്സാണ് കാർനോട്ട് സൈക്കിൾ ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സാണ് പ്രോസസ് 1 to 2. പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ് പ്രോസസ് 1 to 2. ദെൻ 2 to 3 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് 2 to 3. 3 to 4 എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സാണ് 3 to 4. ദെൻ ലാസ്റ്റ് വൺ 4 to 1 ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. ഈ 4 പ്രോസസ്സ് ചേർന്നാണ് കാർനോട്ട് സൈക്കിൾ ഫോം ചെയ്യുന്നത്. ദെൻ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പ്രോസസ്സും നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോസസ് 1 to 2. അപ്പോൾ ഇവിടെ സിസ്റ്റം സ്റ്റേറ്റ് 1ലാണ് ഇരിക്കുന്നത്. സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് പോകുന്നു. അപ്പോൾ അതൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. മീൻസ് അവിടെ പ്രഷർ കുറയുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ 1ലെ പ്രഷർ P1, വോളിയം V1, 2ലെ പ്രഷർ P2, വോളിയം V2. അപ്പോൾ P2 എന്ന് പറയുന്നത്, അതായത് പോയിൻറ്റ് 2ലെ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു പോയിൻറ്റ് 1. പോയിൻറ്റ് 2ലെ വോളിയം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വോളിയം അറ്റ് 1 ആയിരിക്കും. സോ P2 ലെസ് ദാൻ P1 ആൻഡ് V2 ഗ്രേറ്റർ ദാൻ V1. ഓക്കെ, ദെൻ ഈ ഒരു പ്രോസസ്സ് ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ 1ലെയും 2ലെയും ടെമ്പറേച്ചർ ഈക്വലാണ്. T1 ഈക്വൽ ടു T2 ഈക്വൽ ടു TH എന്ന് നമ്മൾ പറയും. TH മീൻസ് ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു സൈക്കിളിലെ ഹയസ്റ്റ് ടെമ്പറേച്ചറാണ് TH. 1ലെയും 2ലെയും ടെമ്പറേച്ചർ ഈക്വലാണ്. സോ T1 ഈക്വൽ ടു T2 ഈക്വൽ ടു TH. TH മീൻസ് ഹയർ ടെമ്പറേച്ചർ. ഇനി ഈ 1 to 2 പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഹീറ്റ് അഡീഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു ഹീറ്റ് ഇൻപുട്ടായിട്ട് നമ്മൾ ഈ ഒരു സൈക്കിളിലേക്ക് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, കാർനോട്ട് സൈക്കിൾ ആയാലും ഓട്ടോ ആയാലും ഡീസൽ ആയാലും ഇതെല്ലാം ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഹീറ്റ് എഞ്ചിന് ഒരു ഹീറ്റ് ഇൻപുട്ടായിട്ട് വേണം. ആ ഹീറ്റ് ഇൻപുട്ടിൻ്റെ ഒരു പോർഷൻ വർക്ക് ഇൻപുട്ടായിട്ടും ഒരു പോർഷൻ വേസ്റ്റ് ഹീറ്റായിട്ടും അത് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ഈ ഒരു സൈക്കിൾ വർക്ക് ചെയ്യാൻ വേണ്ട ഹീറ്റ് ഇൻപുട്ടാണ് QH. അപ്പോൾ ഈ ഹീറ്റ് ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ദെൻ ആ ഹീറ്റ് ഇൻപുട്ട് മൂലം സിസ്റ്റം സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രോസസ് 1 to 2 നമ്മൾ വേറൊരു പേര് വിളിക്കും ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ്. ഓക്കെ, ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ് എന്നും പറയും. കാരണം പ്രോസസ് 1 to 2ലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്, QH എന്ന് പറയുന്ന ഹീറ്റ്. അപ്പോൾ ഈ QH ഹീറ്റാണ് ഈ ഒരു കാർനോട്ട് സൈക്കിൾ വർക്ക് ചെയ്യാൻ വേണ്ട ഇൻപുട്ട്.
ഓക്കെ, അപ്പോൾ അതാണ് പ്രോസസ്സ് 1 to 2. ഇനി അടുത്ത പ്രോസസ്സാണ് 2 to 3. ഇപ്പോൾ 2 to 3 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അതും എക്സ്പാൻഷനാണ്, അതുകൊണ്ട് തന്നെ പ്രഷർ കുറയുന്നു, വോളിയം കൂടുന്നു. ഇനി ഈ പ്രോസസ്സിൻ്റെ പ്രത്യേക ഐസെൻട്രോപ്പിക് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പോയിൻ്റ് 2ലെയും പോയിൻ്റ് 3ലെയും എൻട്രോപ്പി സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് S2 ഈക്വൽ ടു S3 ആയിരിക്കും. ഓക്കെ, 2ലെയും 3ലെയും എൻട്രോപ്പി ഈക്വൽ ആയിരിക്കും. ദെൻ അതോടൊപ്പം തന്നെ P2 ഗ്രേറ്റർ ദാൻ P3 ആയിരിക്കും. V3 വോളിയം അറ്റ് 3 V3 ഗ്രേറ്റർ ദാൻ വോളിയം അറ്റ് 2 V2 ആയിരിക്കും. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് 2 to 3 പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മീൻസ് നമുക്കറിയാം, ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ഹീറ്റ് ഇൻപുട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു വേസ്റ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർക്ക് ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വർക്ക് കിട്ടുന്ന പ്രോസസ്സാണ് ഇത്, ക്യൂ ഔട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 to 3 പ്രോസസ്സിലാണ് നമുക്ക് വേണ്ട വർക്ക് കിട്ടുക. അതായത് Q1 എന്ന് പറയുന്ന അല്ലെങ്കിൽ QH എന്ന് പറയുന്ന ആ ഇൻപുട്ടിൻ്റെ ഒരു പാർട്ട് വർക്കായിട്ട് നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് ക്യൂ ഔട്ട്. അത് കിട്ടുന്നത് ഈ 2 to 3 എന്ന് പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ 2 to 3 പ്രോസസ്സിൽ സിസ്റ്റം ഐസെൻട്രോപ്പിക്കലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് കിട്ടുന്നു. ഇനി അടുത്ത പ്രോസസ്സാണ് 3 to 4. 3 to 4 പ്രോസസ്സ് കംപ്രഷനാണ്. ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു, ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് 3ലെയും 4ലെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. നമുക്കതുകൊണ്ട് ഇങ്ങനെ എഴുതാം, T3 ഈക്വൽ ടു T4 ഈക്വൽ ടു TL എന്ന് എഴുതാം. TL മീൻസ് ലോവർ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു സൈക്കിളിലെ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതാണ്, ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം രണ്ടും ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ 3 to 4 പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷനാണ്. പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു പ്രോസസ്സ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. അതായത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു സറൗണ്ടിങ്സിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കും ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് എന്ന് പറയും. അതായത് ഒരു ഹീറ്റ് എഞ്ചിൻ QH എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ ഒരു പാർട്ട് നമുക്ക് വർക്കായിട്ട് തന്നു, ഒരു പാർട്ട് വേസ്റ്റ് ഹീറ്റായിട്ട് സറൗണ്ടിങ്സിലേക്ക് കൊടുക്കുന്നു. ആ വേസ്റ്റ് ഹീറ്റാണ് QL. അപ്പോൾ 3 to 4 എന്ന് പറയുന്നത് ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോസസ്സാണ് 4 to 1. അതെന്താണ്? ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. ഓക്കെ, അവിടെ നമ്മൾ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് തന്നെ പോയിൻ്റ് 4ലെയും പോയിൻ്റ് 1ലെയും എൻട്രോപ്പി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. S1 ഈക്വൽ ടു S4. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ വർക്കിൻ്റെ ആവശ്യം വരാം. Q1 എന്ന് പറയുന്ന ചെറിയൊരു വർക്ക് അവിടെ ഒരു ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യാൻ വന്നേക്കാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നെറ്റ് ഔട്ട്പുട്ട് നമുക്ക് ഈ കിട്ടുന്ന വർക്കുണ്ട്, ആ വർക്കിൽ ഒരു ചെറിയ പോർഷൻ വർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഐസെൻട്രോപ്പിക്കായിട്ട് കംപ്രസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ അതും പോയിട്ട് ബാക്കി വരുന്ന വർക്കായിരിക്കും നമുക്ക് മെയിനായിട്ടും ഈ എഞ്ചിനിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ 4 to 1 പ്രോസസ്സാണ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ അവിടെ പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. ദെൻ ഈ കാണുന്നതാണ് നമ്മുടെ ഫുൾ സൈക്കിൾ. 1 to 2, 2 to 3, 3 to 4 ആൻഡ് ലാസ്റ്റ് 4 to 1. ഐസോതെർമൽ എക്സ്പാൻഷൻ ഓർ ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ പ്രോസസ്സ്, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്, ഐസോതെർമൽ കംപ്രഷൻ ഓർ ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ്, ദെൻ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് 1 to 2 പ്രോസസ്സിലാണ്, വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് 2 to 3 പ്രോസസ്സിലാണ്, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് 3 to 4 പ്രോസസ്സിലാണ്. 4 to 1 പ്രോസസ്സിൽ നമ്മൾ വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു.
സോ ദ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ സിസ്റ്റം എന്ന് പറയുന്നത് 2 to 3യിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. ആ വർക്കിൽ കുറച്ച് വർക്ക് 4 to 1 വേണ്ടി നമ്മൾ യൂസ് ചെയ്തു. പോയിട്ട് നമുക്ക് കിട്ടുന്ന ആ നെറ്റ് വർക്കിനെയാണ് നമ്മൾ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് W നെറ്റ് എന്ന് പറയുന്നത്. സോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് W നെറ്റ്. അപ്പോൾ ഈ W നെറ്റ് നമുക്ക് ഡയറക്റ്റ് കിട്ടാനൊരു മാർഗമുണ്ട്. എന്താണ്? ഈ PV ഡയഗ്രത്തിലെ ഈ സൈക്കിളിൻ്റെ അണ്ടറിലുള്ള ഈ ഏരിയ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ ഒരു സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് ഔട്ട്പുട്ടാണ്. ഓക്കെ, അതായത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ സൂചിപ്പിക്കുന്നത് ഈ സൈക്കിളിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് വർക്ക് ഔട്ട്പുട്ടാണ്. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്ക് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ട് ഔത്തിൽ നിന്ന് കുറച്ച് വർക്ക് നമ്മൾ ഇൻപുട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഏറ്റവും അവസാനം അവൈലബിൾ ആയിട്ടുള്ള വർക്ക് ഔട്ട്പുട്ടാണ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ കാർനോട്ട് സൈക്കിളിൽ നമുക്ക് വർക്ക് കിട്ടുന്നു. ദെൻ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ സൈക്കിൾ. ഇതാണ് സൈക്കിളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഏരിയ. ആ ഏരിയ എന്ത് സൂചിപ്പിക്കുന്നു? ദ നെറ്റ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ സൈക്കിൾ. അപ്പോൾ നമുക്ക് നെറ്റ് വർക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ ഏരിയ. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഈ കാർനോട്ട് സൈക്കിൾ. അതിൻ്റെ തെർമൽ എഫിഷ്യൻസി എത്രയാണ്, അതിനു വേണ്ടിയുള്ള ഒരു ഫൈനൽ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഡെറിവേഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് അല്ലെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എടുത്തു. PV റേസ് ടു ഗാമ. ഔത്തിൽ നമ്മൾ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ജനറൽ ഇക്വേഷനിലേക്ക് പോയി. ദാറ്റ് ഈസ് P1 ഡിവൈഡ് ബൈ P2 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ V1 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T1 ഡിവൈഡ് ബൈ T2 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അതെപ്പോഴും നമ്മൾ മനസ്സിലുണ്ടാവണം. കാരണം എന്താണ്? ഈ കാർനോട്ട് സൈക്കിളിൽ നമുക്ക് 2 പ്രോസസ്സ് ഐസെൻട്രോപ്പിക്കാണ്. ഏതൊക്കെ? 2 to 3 പ്രോസസ്സും 4 to 1 പ്രോസസ്സും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 2 to 3 പ്രോസസ്സ് എടുക്കുന്നു. 2 to 3 പ്രോസസ്സ് എടുക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെ എഴുതും? പ്രഷറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു V3 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T2 ഡിവൈഡ് ബൈ T3 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു എഴുതാം. എങ്ങനെ? P3 ബൈ P2 ഈക്വൽ ടു V2 ബൈ V3 ദ ഹോൾ റേസ് ടു ഗാമ ഈക്വൽ ടു T3 ബൈ T2 ദ ഹോൾ റേസ് ടു ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. എങ്ങനെ നമ്മൾ എഴുതാം? അപ്പോൾ ഇവിടെ നമ്മൾ 2 to 3 പ്രോസസ്സ് എടുത്തു. 2 to 3 പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണ്. അതുപോലെ തന്നെ 4 to 1 പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം 2 to 3 പ്രോസസ്സ് എടുക്കുന്നു. അപ്പോൾ ആ 2 to 3 പ്രോസസ്സിൽ നമ്മൾ ജനറൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതി. ഇനി വെച്ച് നമുക്ക് പ്രഷർ വോളിയം റിലേഷൻ കണ്ടെത്താം, വോളിയം ടെമ്പറേച്ചർ റിലേഷൻ കണ്ടെത്താം, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താം. അങ്ങനെ എന്ത് വേണമെങ്കിലും കണ്ടെത്താം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഡെറിവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും എടുക്കുക. അതായത് നമ്മളിവിടെ എടുത്ത റിലേഷൻ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. V3 ബൈ V2. ആ ഇക്വേഷനോടെ ഞാൻ എഴുതിയേക്കാം, അപ്പോൾ എളുപ്പം മനസ്സിലാകും. P2 by P3 equal to V3 by V2 the whole raised to gamma equal to T2 divided by T3 the whole raised to gamma divided by gamma minus 1. അപ്പോൾ അതിൽ നമുക്ക് പ്രഷർ ടൈം വേണ്ട, വോളിയവും ടെമ്പറേച്ചറും മതി. അതിൽ തന്നെ വോളിയത്തിൻ്റെ പവർ ഗാമയാണ്. ആ ഗാമ അതുപോലെ ടെമ്പറേച്ചറിന് പവറും ഗാമയുണ്ട്. ആ ഗാമ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V3 by V2 is equal to T2 divided by T3 the whole raised to 1 by gamma minus 1 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇക്വേഷൻ 1. ദെൻ ഇതുപോലെ 4 to 1 പ്രോസസ്സിലും നമുക്ക് ജനറൽ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതും? 4 to 1 ആണ് നമ്മുടെ പ്രോസസ്സ്. അവിടെ നമ്മൾ P4 divided by P1 equal to V1 by
V1 divided by V4 the whole raised to gamma equal to T4 divided by T1 the whole raised to gamma divided by gamma minus 1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം P1 by P4 equal to V4 divided by V1 the whole raised to gamma equal to T1 by T4 the whole raised to gamma divided by gamma minus 1 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ 4 to 1-ൽ നമുക്ക് ഇങ്ങനെ റിലേഷൻ എഴുതാം. ഇനി യുവത്തിൽ നമുക്ക് പ്രഷർ വോളിയം ടെമ്പറേച്ചറോ പ്രഷർ ടെമ്പറേച്ചറോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിലേഷൻ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന റിലേഷൻ എന്താണ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ എഴുതാം. P1 by P4 P1 divided by P4 is equal to then V4 divided by V1 the whole raised to gamma equal to സൈഡിലോട്ട് മാറ്റി എഴുതുകയാണ് T1 by T4 the whole raised to gamma divided by gamma minus 1. നമുക്കിവിടെയും വോളിയവും ടെമ്പറേച്ചറും മതി. അപ്പോൾ V4 divided by V1 equal to T1 by T4 the whole raised to 1 divided by gamma minus 1 എന്ന് എഴുതി. അങ്ങനെ നമുക്ക് 1 ഇക്വേഷനും 2 ഇക്വേഷനും കിട്ടി. ഇനി നമുക്കറിയാം T2ഉം T1ഉം ഈക്വലാണ്. കാരണം 1 to 2 എന്ന് പറയുന്ന ഐസോ തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ഈ T1നെ T2 എന്ന് എഴുതാം. V4 by V1 ഇക്വേഷനിൽ T1നെ റീപ്ലേസ് ചെയ്ത് T2 എന്ന് എഴുതാം. ഇനി T4ഉം T3 ഈക്വലാണ്. കാരണം 3 to 4 എന്ന് പറയുന്നത് ഐസോ തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഈ T4നെ റീപ്ലേസ് ചെയ്ത് T3 ആകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. V4 divided by V1 is equal to T2 divided by T3 the whole raised to 1 by gamma minus 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 1ഉം ഈ ഇക്വേഷൻ ഞാൻ 3 എന്ന് വിളിക്കാം. അപ്പോൾ 1ഉം 3ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ RHS സെയിം ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം V3 by V2 equal to V4 divided by V1 എന്ന് എഴുതാം. V3 divided by V2 equal to V4 divided by V1 എന്ന് എഴുതാം. എന്നിട്ട് V4നെ ലെഫ്റ്റിലോട്ട് V2നെ റൈറ്റിലേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം V3 divided by V4 equal to V2 divided by V1. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. എന്തിനാണ് ഈ റിലേഷനിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് അടുത്തൊരു സ്റ്റെപ്പിൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു റിലേഷനിലേക്ക് എത്തിച്ചേർന്നു. V3 divided by V4 is equal to V2 divided by V1. ഇനി നമ്മൾ ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്ഷനും കണ്ടെത്തുകയാണ്. എന്തിനാണ്? നമുക്ക് അറിയാം തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ടാണ്. ഇവിടുത്തെ ഹീറ്റ് ഇൻപുട്ട് QH ആണ്. വർക്ക് എങ്ങനെ നമുക്ക് കിട്ടും? വർക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്തത് മൈനസ് വേസ്റ്റ് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ QH മൈനസ് QL ആണ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കണം, QHും QLും കണ്ടുപിടിക്കണം. ഇതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ ആദ്യം നമുക്ക് QH കാണണം. QH ആണ് കാർനോട്ട് സൈക്കിളിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ്. QH എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? 1 to 2 പ്രോസസ്സാണ്. ഐസോ തെർമൽ പ്രോസസ്സാണ്. ഐസോ തെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം ഫസ്റ്റ് ലോ അനുസരിച്ച് ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു DU പ്ലസ് ഡെൽറ്റ W എന്നറിയാം. ഐസോ തെർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് DU 0 ആണ്. സോ ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ W ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ആ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. P1 V1 log to the base E V2 divided by V1 എന്നൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇവിടെ ഈ 1 to 2 പ്രോസസ്സിൽ നമ്മൾ അതേ ഇക്വേഷൻ എഴുതുന്നു. P1 V1 log to the base E V2 divided by V1. ഇനി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം PV ഈക്വൽ ടു MRT. അപ്പോൾ അതിനെ P1 V1 ഈസ് ഈക്വൽ ടു MRT1 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ P1 V1നെ നമ്മൾ റീപ്ലേസ് ചെയ്തു MRT1 എന്ന് എഴുതി. MRT1 ഇൻറ്റു log to the base E V2 divided by V1. ഇനി അടുത്തത് ഹീറ്റ് റിജക്റ്റഡ് കണ്ടെത്തണം. QL. അതറിയാൻ നമുക്ക് 3 to 4 പ്രോസസ്സിലാണ് ഹീറ്റ് റിജക്ഷൻ സംഭവിക്കുന്നത്. അതും ഐസോ തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ 3 to 4 പ്രോസസ്സിൽ നമ്മൾ QL എഴുതുമ്പോൾ P3 V3
ലോഗ് ടു ദ ബേസ് ഇ V3/V4. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോഗ് ടു ദ ബേസ് ഇ കഴിഞ്ഞ് ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടത്. അതായത് 3ലെ വോളിയമാണ് കൂടുതൽ ആസ് കമ്പയർഡ് ടു 4ലെ വോളിയം. അപ്പം അതുകൊണ്ടാണ് V3/V4 എന്ന് എഴുതിയത്. 1 to 2 പ്രോസസ്സിൽ 2ലെ വോളിയമാണ് കൂടുതൽ, 1ലെ വോളിയം കുറവാണ്. അപ്പോൾ QL is equal to P3V3 log to the base E V3/V4. ഇവിടെയും P3V3നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് MRT3 എന്നാക്കി. MRT3 ഇൻറ്റു ലോഗ് ടു ദ ബേസ് ഇ V3/V4. ഇനി ഒരു കാര്യമുണ്ട്, നമുക്കറിയാം V3/V4 എന്ന് പറഞ്ഞാൽ എന്താണ്? V2/V1 എന്ന് നമ്മൾ ഡെറൈവ് ചെയ്തു. സോ ഈ V3/V4ന് പകരം നമ്മൾ V2/V1 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ MRT3 ലോഗ് ടു ദ ബേസ് ഇ V2/V1 എന്ന് തോന്നുന്നു. ദെൻ വർക്ക് ഡൺ നമുക്ക് കാണണം. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട്. ഇവിടുത്തെ ഹീറ്റ് ഇൻപുട്ട് ഏതാണ്? QH മൈനസ് QL. അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ടാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ QH മൈനസ് QL ഡിവൈഡ് ബൈ QH. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു QHൻ്റെയും QLൻ്റെയും വാല്യൂസ്. QHൻ്റെ വാല്യൂ എന്താണ്? MRT1 ലോഗ് ടു ദ ബേസ് ഇ V2 ഡിവൈഡ് ബൈ V1. QLൻ്റെയോ MRT3 log to the base E V2 divided by V1. Then QH is equal to MRT1 log to the base E V2 divided by V1. ഇവിടെ MR log to the base E V2 divided by E1 കോമൺ ആണ്. ഇവിടെ MR log to the base E V2 divided by V1 ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തിച്ചേരാൻ കാരണം എന്താണ്? ഈ ഒരു റിലേഷനിലേക്ക് ചേർന്നില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ആ റിലേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഡെറിവേഷനിലേക്ക് പോയത്. ദെൻ നമുക്കിങ്ങനെ കിട്ടി T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. നമ്മളതിനെ വീണ്ടും വേറൊരു രീതിയിൽ എഴുതുന്നു. നമുക്കറിയാം T1 ഈക്വൽ ടു T2 ഈക്വൽ ടു TH എന്ന് പറയുമ്പോൾ ഈ സൈക്കിളിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചറാണ് T1ഉം T2. അതിനെ നമ്മൾ TH എന്നാണ് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈക്കിളിലെ ലോവസ്റ്റ് ടെമ്പറേച്ചറാണ് T3ഉം T4ഉം. T3 ഈക്വൽ ടു T4 ഈക്വൽ ടു TL. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യുന്നത് T1 ഉള്ളത് നമ്മൾ TH എന്ന് എഴുതും, T3 ഉള്ളിടത്ത് TL എന്ന് എഴുതും, എഗെയിൻ T1 ഉള്ളിടത്ത് TH എന്ന് എഴുതും. അതാണ് എഴുതിയിരിക്കുന്നത് TH മൈനസ് TL ഡിവൈഡ് ബൈ TH. അതിനെ നമ്മളിങ്ങനെ എഴുതി 1 മൈനസ് TL ഡിവൈഡ് ബൈ TH എന്ന് പറയുമ്പോൾ കാർനോട്ട് സൈക്കിളിലെ തെർമൽ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആ സൈക്കിളിലെ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹയസ്റ്റ് ടെമ്പറേച്ചർ. കാർനോട്ട് സൈക്കിൾ ആകെ 2 ടെമ്പറേച്ചറേ ഉള്ളൂ, ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചറും ഒരു ഹയസ്റ്റ് ടെമ്പറേച്ചറും. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1 മൈനസ് ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണോ ഡിവൈഡ് ബൈ ഹയസ്റ്റ് ടെമ്പറേച്ചർ എത്രയാണോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തെർമൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഇതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി. ദെൻ ഈ കൊടുത്തിരിക്കുന്നത് കാർനോട്ട് സൈക്കിളിലെ TS ഡയഗ്രമാണ്. നമുക്കറിയാം ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം. അവിടെ 1 to 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, 2 to 3 കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയാണ്, 3 to 4 കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, 4 to 1 കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് അത് ഹൊറിസോണ്ടൽ ലൈൻ, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ആയതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ, എഗെയിൻ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി. അപ്പോൾ ഇതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ TS ഡയഗ്രാം. 1 to 2, 2 to 3, 3 to 4, 4 to 1. 1 to 2 ഹീറ്റ് ആഡ് ചെയ്യുന്നു, 2 to 3 വർക്ക് കിട്ടുന്നു, 3 to 4 ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു, 4 to 1 വർക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ദെൻ കാർനോട്ട് സൈക്കിൾ ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സൈക്കിൾ. എന്തുകൊണ്ടാണ് കാർനോട്ട് സൈക്കിൾ ഒരു പ്രാക്ടിക്കൽ സൈക്കിൾ അല്ല എന്ന് പറയുന്നതിന് കാരണം? ഇപ്പോൾ ഓട്ടോ സൈക്കിൾ ആയാലും ഡീസൽ സൈക്കിൾ ആയാലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെട്രോൾ കാറുകളെല്ലാം ഓടുന്നത് ഓട്ടോ സൈക്കിളിൻ്റെ ബേസിലും ഡീസൽ വാഹനങ്ങളെല്ലാം ഓടുന്നത് ഡീസൽ സൈക്കിളിൻ്റെ ബേസിലുമാണ്. പക്ഷെ കാർനോട്ട്
സൈക്കിള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം ഇതാണ്. നമുക്ക് കാർനോട്ട് സൈക്കിളിൽ ഫസ്റ്റ് പ്രോസസ്സ് ഐസോതെർമൽ, ദെൻ ഐസെൻട്രോപ്പിക്, അത് കഴിഞ്ഞ് വീണ്ടും ഐസോതെർമൽ, ദെൻ അഗെയിൻ ഐസെൻട്രോപ്പിക്, ഇങ്ങനെയാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു അച്ചീവ് ഐസോതെർമൽ പ്രോസസ്സ് നമ്മൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ദ പിസ്റ്റൺ ഹാസ് ടു മൂവ് വെരി സ്ലോലി. അതായത് ഒരു പ്രോസസ്സ് ഐസോതെർമലായിട്ട് നടക്കണമെങ്കിൽ അവിടെ എൻജിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കണം. എൻജിൻ എന്താണ് എന്നൊന്നും നമ്മളിനി ഉടനെ തന്നെ പഠിക്കും. ഇനി ഇത്രയും ഓർക്കുക, വളരെ സ്ലോയിൽ ഒരു പ്രോസസ്സ് നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ പറ്റൂ. ഓക്കെ, ഇനി ഇൻ ഓർഡർ ടു അച്ചീവ് അഡയബാറ്റിക് പ്രോസസ്സ്, നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? എൻജിൻ ഹാസ് ടു മൂവ് വെരി ഫാസ്റ്റ്. അവിടെ എൻജിൻ വളരെ സ്പീഡിൽ റൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ട് നടക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഇനിയൊരു പ്രോസസ്സ് ഐസെൻട്രോപ്പിക് പ്രോസസ്സായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ഹീറ്റ് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ പ്രോസസ്സ് വളരെ സ്പീഡിൽ നടക്കണം. അപ്പോൾ നമുക്കറിയാം 1 to 2 പ്രോസസ്സ് വളരെ സ്ലോയിൽ നടക്കണം, 2 to 3 പ്രോസസ്സ് വളരെ സ്പീഡിൽ നടക്കണം, അഗെയിൻ 3 to 4 പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ, 4 to 1 വളരെ സ്പീഡ്. അപ്പോൾ ഇത്തരത്തിൽ സ്പീഡ് കൂടി സ്പീഡ് കുറഞ്ഞു സ്പീഡ് കൂടി അങ്ങനെ ഒരു യൂണിഫോമിറ്റി ഇല്ലാതെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു സ്പീഡിൽ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം പ്രാക്ടിക്കലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം വളരെ സ്പീഡ് കുറഞ്ഞു, ദെൻ വളരെ സ്പീഡ് കൂടി, വളരെ സ്പീഡ് കുറഞ്ഞു, ദെൻ അഗെയിൻ ഭയങ്കര സ്പീഡിൽ, അങ്ങനെയുള്ള ഒരു എൻജിൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു സൈക്കിള് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എങ്കിലും ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്, എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു 100% എഫിഷ്യൻസി ഉള്ള സൈക്കിളല്ല. കാരണം ഈ ലോകത്ത് 100% എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനും ഇല്ല. അതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇപ്പോൾ കാർനോട്ട് എഞ്ചിനും 100% എഫിഷ്യൻ്റ് അല്ല. എങ്കിലും ഹീറ്റ് എഞ്ചിനുകളിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനല്ല. പിന്നെ നമ്മളത് കമ്പാരിസന് വേണ്ടി ജസ്റ്റ് യൂസ് ചെയ്യുന്നു. മറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൈക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി കാർനോട്ട് സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. കാർനോട്ട് സൈക്കിൾ വർക്ക്സ് വിത്ത് അഡയബാറ്റിക് കംപ്രഷൻ റേഷ്യോ ഓഫ് 5 ആൻഡ് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് 2. The volume of air at the beginning of the isothermal expansion is 0.3 meter cube. If the maximum temperature and pressure is limited to 550 Kelvin and 21 bar, determine minimum temperature in the cycle, thermal efficiency of the cycle, pressure at all salient points, work done per cycle. Take gamma equal to 1.4. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു കാർനോട്ട് സൈക്കിളിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗിവൺ ഡേറ്റ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം പ്രഷർ വോളിയം ഡയഗ്രാം വരയ്ക്കുന്നു, കാർനോട്ട് സൈക്കിൾ വരയ്ക്കുന്നു, എല്ലാ പ്രോസസ്സുകളും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. കാർനോട്ട് സൈക്കിൾ വർക്ക്സ് വിത്ത് അഡയബാറ്റിക് കംപ്രഷൻ. അതായത് ഇവിടെ എവിടെയാണ് നമുക്കറിയാം കംപ്രഷൻ പ്രോസസ്സ് ഏതൊക്കെയാണ് ഉള്ളത്? കാർനോട്ട് സൈക്കിൾ 3 to 4 കംപ്രഷനാണ്, 4 to 1 കംപ്രഷനാണ്. ഇതിലേതാണ് അഡയബാറ്റിക്? അഡയബാറ്റിക് അല്ല, ശരിക്കും റിവേഴ്സിബിൾ അഡയബാറ്റിക് ആണ്. റിവേഴ്സിബിൾ അഡയബാറ്റിക് ആയിട്ടുള്ള കംപ്രഷൻ പ്രോസസ്സ് ഏതാണ്? 4 to 1 പ്രോസസ്സാണ് റിവേഴ്സിബിൾ അഡയബാറ്റിക് ആയിട്ടുള്ള കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ ക്വസ്റ്റിനെ പറയുകയാണ്, ആ കംപ്രഷൻ പ്രോസസ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണ്. എന്ന് പറയുമ്പോൾ കംപ്രഷൻ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് ഇതാണ്. ഈ പ്രോസസ്സിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ V4 ഡിവൈഡ് ബൈ V1. V4 ഡിവൈഡ് ബൈ V1 = 5 എന്ന് പറയുമ്പോൾ ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം. ആ പ്രോസസ്സിൻ്റെ ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയമാണ് കംപ്രഷൻ റേഷ്യോ. എപ്പോഴും കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം റേഷ്യോ ആണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ്സിലെ ഹയർ വോളിയം ഡിവൈഡ് ബൈ ലോവർ വോളിയം എടുത്തത്. ദാറ്റ് ഈസ് 5. ഇനി അടുത്തത് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ എന്നോ എക്സ്പാൻഷൻ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാലും വോളിയം റേഷ്യോ ആണ്. ഇനി ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ, ഇവിടെ ഏത് പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ? 1 to 2 പ്രോസസ്സാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ഡിവൈഡ് ബൈ V1 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 2. ദെൻ അടുത്തത് പറയുകയാണ് ദ വോളിയം ഓഫ് എയർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഐസോതെർമൽ എക്സ്പാൻഷൻ. ബിഗിനിങ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് 1 ആണ്. സ്റ്റേറ്റ് 1ലെ വോളിയമാണ് തന്നിരിക്കുന്നത് 0.3 m³. If the maximum temperature and pressure is limited to 550 Kelvin and 21 bar. ഈ ഒരു സൈക്കിളിലെ മാക്സിമം ടെമ്പറേച്ചറും പ്രഷറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പി വി ഡയഗ്രം നോക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് 0.1ലെ പ്രഷറാണ്, ഏറ്റവും ഹയസ്റ്റ് പ്രഷർ. അപ്പോൾ അതുകൊണ്ട് തന്നെ P1 = 21 ബാർ എന്ന് എഴുതാം. അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 21 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഈ ഒരു സൈക്കിളിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു THഉം ഒരു TLവേ ഉള്ളൂ. ഇപ്പോൾ TH എന്ന് പറയുന്നത് T1 = T2 = TH, TL എന്ന് പറയുന്നത് T4 = T3 = TL. അപ്പോൾ ആ TH ആണ് നമുക്ക് തന്നിരിക്കുന്നത് എത്ര? 550 കെൽവിൻ എന്ന് പറയുമ്പോൾ T1 = T2 = 550 കെൽവിൻ. ഗാമ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 1.4. ഇനി എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? ടു ഫൈൻഡ് മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. അതേതാണ് മിനിമം ടെമ്പറേച്ചർ? TL. TL എന്ന് പറഞ്ഞാൽ T3 = T4 = TL എന്നാണ് പറയുന്നത്. കാരണം 3ഉം 4ഉം എല്ലാം ഈക്വലാണ്. അപ്പോൾ T3യോ T4ഓ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ടെമ്പറേച്ചർ കിട്ടും. ദെൻ തെർമൽ എഫിഷ്യൻസി ഈറ്റ കണ്ടുപിടിക്കണം. എല്ലാ പോയിന്റിലെയും പ്രഷർ, P1ലെ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, 2ലെയും 3ലെയും 4ലെയും കണ്ടെത്തണം. ദ ലാസ്റ്റ് വൺ വർക്ക് ഡൺ. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എന്തുമാത്രം നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഇക്വേഷൻസിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം ഇക്വേഷൻസ് എല്ലാം നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് മിനിമം ടെമ്പറേച്ചർ ഇൻ ദ സൈക്കിൾ. അതായത് ഈ ഒരു സൈക്കിളിലെ മിനിമം ടെമ്പറേച്ചർ നമുക്കറിയാം, അത് T4 അല്ലെങ്കിൽ T3 ആണ് മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം ഗിവൺ ഡേറ്റ നോക്കാം. ഗിവൺ ഡേറ്റയിൽ നമുക്ക് V4/V1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 4ലെ 1ലെയും വോളിയംസ് തമ്മിലുള്ള റേഷ്യോ നമുക്കറിയാം. 1ലെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 550 കെൽവിൻ. ദെൻ 4ലെ ടെമ്പറേച്ചർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4ലെ കിട്ടിക്കഴിഞ്ഞാൽ 4ലെയും 3ലെയും ഈക്വലാണ്. അപ്പോൾ വോളിയം തമ്മിലുള്ള റേഷ്യോയുണ്ട്, ഒരു ടെമ്പറേച്ചർ 1ലെ ടെമ്പറേച്ചറുണ്ട്. എങ്കിൽ നമുക്ക് വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 4ലെ ടെമ്പറേച്ചർ കണ്ടെത്താം. ഓക്കെ, കാരണം 4 to 1 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപിക് പ്രോസസ്സാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 4 to 1ലെ റിലേഷൻ എഴുതാം. നമുക്ക് കണ്ടെത്തേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T4 ആണ്. T4 കണ്ടെത്തണം. അപ്പോൾ 4 to 1 പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് റിലേഷൻ എഴുതാം. P4 ഡിവൈഡ് ബൈ P1 = V1 ഡിവൈഡ് ബൈ V4 the whole raised to gamma = T4 divided by T1 the whole raised to gamma divided by gamma minus 1. അപ്പോൾ ഇത് ഗാമയും കട്ടായി, കാരണം നമുക്ക് പ്രഷർ വേണ്ട, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ മതി. അപ്പോൾ നമുക്ക് V1 ഡിവൈഡ് ബൈ V4 = T4 ഡിവൈഡ് ബൈ T1 the whole raised to 1 divided by gamma minus 1 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗാമ മൈനസ് 1ൻ്റെ പവർ കൊണ്ട് നമ്മൾ ഇവിടെയും ഗാമ മൈനസ് 1, റൈറ്റ് സൈഡിലും ഗാമ മൈനസ് 1 പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? V1 ഡിവൈഡ് ബൈ V4 the whole raised to gamma minus 1 = T4 by T1 the whole raised to gamma minus 1 divided by gamma minus 1 വരും. അപ്പോൾ ഇത് കട്ടായി പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
T4 divided by T1 equal to V1 divided by V4 the whole raised to gamma minus 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? T4 ആണ് കണ്ടെത്തേണ്ടത്. T4 equal to T1 into V1 divided by V4 the whole raised to gamma minus 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? T1 നമുക്ക് ഓൾറെഡി അറിയാം, അതുപോലെ തന്നെ V4 ഡിവൈഡ് ബൈ V1 റേഷ്യോയും നമുക്കറിയാം. സോ T4 കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ 4:1 പ്രോസസ്സിൽ നമ്മൾ മെയിനായിട്ടുള്ള റിലേഷൻ എഴുതി, പ്രഷറും വോളിയവും ടെമ്പറേച്ചറും. ഔത്തിൽ നിന്ന് വോളിയം ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ഇങ്ങനെ എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചറിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ഇങ്ങനെ എഴുതി. ദെൻ T4 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു V1 divided by V4 the whole raised to gamma minus 1. ഇവിടെ നമുക്കറിയാം V4 divided by V1. V4 divided by V1 ആണ് 5. അങ്ങനെയെങ്കിൽ V1 divided by V4 എന്ന് പറയുമ്പോൾ 1/5 വരും. അപ്പോൾ 1/5 എഴുതി. T1 നമുക്ക് 550 കെൽവിൻ എഴുതാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടെമ്പറേച്ചർ വാല്യൂ കിട്ടും 288.92 കെൽവിൻ. അപ്പോൾ ഇത് T4ലെ ടെമ്പറേച്ചറാണ്, ഇത് തന്നെയാണ് T3ലെ ടെമ്പറേച്ചറും. സോ T4 ഈക്വൽ ടു T3 ഈസ് ഈക്വൽ ടു 288.92 കെൽവിൻ. മിനിമം ടെമ്പറേച്ചർ നമുക്ക് കിട്ടി. ഇനി അടുത്തത് തെർമൽ എഫിഷ്യൻസി കാണണം. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം 1 മൈനസ് ലോ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹൈ ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് ഹൈ ടെമ്പറേച്ചറും അറിയാം, ലോ ടെമ്പറേച്ചറും അറിയാം. സോ തെർമൽ എഫിഷ്യൻസി കണ്ടെത്താം. ഈറ്റ ഈസ് ഈക്വൽ ടു T1 മൈനസ് T3 ഡിവൈഡ് ബൈ T1. എല്ലാ വാല്യൂസും അറിയാം. ദെൻ നമ്മളതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു. എഫിഷ്യൻസി 47.47% എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടത് എല്ലാ പോയിൻറ്റ്സിലെയും പ്രഷറാണ്. P1ലെ പ്രഷർ മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇനി P2ലെയും P3ലെയും P4ലെയും പ്രഷർ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആദ്യം P2ലെ പ്രഷർ കണ്ടെത്താൻ പോവുകയാണ്. നമുക്കറിയാം 1 to 2 എന്ന് പറയുന്ന ഐസോ തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. കാരണം നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു P2 V2 ഡിവൈഡ് ബൈ T2 എന്നാണ്. ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ T1 ഉം T2 ഈക്വൽ ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം P1 V1 ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് P1 അറിയാം. ദെൻ P2 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. V2 ബൈ V1 റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. V2 ബൈ V1. സോ നമുക്ക് ഔത്തിൽ നിന്ന് P2വിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താം. P2 നമുക്ക് കിട്ടും 10.5 ബാർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ P2 കിട്ടി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് 3 ആണ്. അപ്പോൾ P2 കിട്ടി. നമ്മളിനി 3ലെ പ്രഷർ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2-3 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ് എടുക്കുന്നു. ഓക്കെ, 2-3 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. അവിടെ നമുക്ക് ജനറൽ റിലേഷൻ എഴുതാം. P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു V3 by V2 the whole raised to gamma equal to T3 by T2. ഒന്നുകൂടി എഴുതാം. നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 to 3 ആണ്. ആ 2 to 3 പ്രോസസ്സ് നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുവാണ്. P2 ഡിവൈഡ് ബൈ P3 ഈക്വൽ ടു V3 by V2 the whole raised to gamma equal to T2 divided by T3 the whole raised to gamma divided by gamma minus 1. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം P3 by P2 equal to V2 by V3 the whole raised to gamma equal to T3 by T2 the whole raised to gamma divided by gamma minus 1. ഇനി നമുക്ക് വേണ്ട റിലേഷൻ നമുക്കറിയാം. 2ലെ പ്രഷർ കണ്ടെത്തി. നമുക്കിനി 3ലെ പ്രഷറാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം 2ലെ ടെമ്പറേച്ചർ നമുക്കറിയാം. കാരണം 1ലെയും 2ലെയും ടെമ്പറേച്ചർ സെയിം ആണ്. ഇപ്പോൾ 2ലെ ടെമ്പറേച്ചർ അറിയാം. 4ലെ ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ചു. 4ലെയും 3ലെയും ടെമ്പറേച്ചർ ഈക്വലാണ്. ഇപ്പോൾ 2ലെയും 3ലെയും ടെമ്പറേച്ചർ നമുക്കറിയാം, 2ലെ പ്രഷറും അറിയാം.
അപ്പോൾ ഇനി 3-ലെ പ്രഷർ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ എടുത്താൽ മതിയാവും. അപ്പോൾ അത്തരത്തിൽ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എടുത്താണ് ഈ കാണുന്നത് P3/P2. ഇവിടെ നമുക്ക് ആ റിലേഷൻ ഒന്നുകൂടി എഴുതാം, കുറച്ചുകൂടെ മനസ്സിലാകും. P3/P2 ഈക്വൽ ടു, കാരണം P3 ഞാൻ എങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് വേണമെങ്കിൽ P2/P3 എഴുതാം. P3/P2 എഴുതാൻ കാരണം P3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് മുകളിൽ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും സോൾവ് ചെയ്യാൻ. ദെൻ V2/V3 the whole raised to gamma equal to T3/T2 the whole raised to gamma divided by gamma minus 1. അപ്പോൾ അതിൽ വോളിയം ടൈം നമ്മൾ ഉപയോഗിക്കുന്നില്ല, പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻ ആണ്. സോ P3/P2 ഈക്വൽ ടു T3/T2 the whole raised to gamma divided by gamma minus 1. അപ്പോൾ അതിൽ നിന്ന് P3 ഈക്വൽ ടു P2 ഇൻറ്റു T3/T2 the whole raised to gamma divided by gamma minus 1. ഓക്കെ, ദെൻ നമുക്ക് P2-ലെ പ്രഷർ അറിയാം, ടെമ്പറേച്ചർ എല്ലാം അറിയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചറിലെല്ലാം കെൽവിനിലായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ കെൽവിനിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് P3-ലെ പ്രഷർ 1.10 ബാർ എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് 4-ലെ പ്രഷറാണ്. 4-ലെ പ്രഷർ നമുക്ക് കാണാൻ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം, പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലൊരു രീതിയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 4-to-1 എന്ന് പറയുന്ന ഐസെൻട്രോപ്പി പ്രോസസ്സ് എടുത്തു. അപ്പോൾ നമുക്ക് 1-ലെ ടെമ്പറേച്ചർ അറിയാം, അതുപോലെ 4-ലെ ടെമ്പറേച്ചർ അറിയാം. 1-ലെ പ്രഷർ അറിയാം, 4-ലെ പ്രഷർ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത അതേ രീതി, അതായത് പ്രഷറും ടെമ്പറേച്ചറും റിലേഷൻ നമ്മളിവിടെ എടുക്കുന്നു. കാരണം 4-ലെ ആണ് പ്രഷർ നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്മൾ P4/P1 ഈക്വൽ ടു V4/V1 the whole raised to gamma ഈക്വൽ ടു T4/T1 the whole raised to gamma divided by gamma minus 1 എന്ന് എഴുതി. ഇവിടെ നമുക്ക് പ്രഷറും പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ മതി. കാരണം 4-ലെ ടെമ്പറേച്ചർ അറിയാം, 1-ലെ ടെമ്പറേച്ചർ അറിയാം, 1-ലെ പ്രഷറും അറിയാം. സോ അതിൽ നിന്ന് 4-ലെ പ്രഷർ ഇങ്ങനെ എഴുതി നമ്മളത് ഫൈനലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4-ലെ പ്രഷർ 2.2 ബാർ എന്ന് കണ്ടെത്തുന്നു. ദെൻ നമുക്കിനി അടുത്തതുള്ളത് വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സപ്ലൈ ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പോൾ ആദ്യം ഹീറ്റ് എത്രത്തോളമാണ് ഈ സൈക്കിളിലേക്ക് സപ്ലൈ ചെയ്തത് എന്ന് കണ്ടെത്തണം. ഹീറ്റ് സപ്ലൈഡ് QH ഈസ് ഈക്വൽ ടു നമുക്കറിയാം P1/V1 log to the base E V2/V1. കാരണം ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 1 to 2 പ്രോസസ്സിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു? P1/V1 log to the base E V2/V1. അപ്പോൾ ഇവിടെ നമുക്ക് V2/V1 റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെയുള്ളത് P1 ആണ്. പിന്നെ അത് നമുക്ക് തന്നിട്ടുണ്ട്, V1 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രഷർ നമുക്ക് തന്നിരിക്കുന്നത് 21 ബാർ ആണ്. അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറണം. എങ്ങനെ? 21 × 10⁵ ചെയ്താൽ 1 ബാർ എന്ന് പറയുന്നത് 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 21 ബാർ എന്ന് പറയുമ്പോൾ 21 × 10⁵. അപ്പോൾ നമ്മളങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുന്നു. ദെൻ വോളിയം 0.3 ആണ്. ദെൻ ലോഗ് ടു ദ ബേസ് E V2/V1 റേഷ്യോ 2 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ജൂൾ എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ഇതാണ് ഹീറ്റ് ഇൻപുട്ട്. നമ്മൾ കാർനോട്ട് സൈക്കിളിലേക്ക് കൊടുത്ത ഹീറ്റ് ഇൻപുട്ട് ഇതാണ്. ഇത്രയും ജൂൾ ഹീറ്റാണ് കൊടുത്തത്. ഇനി അടുത്തത് നമുക്ക് ഹീറ്റ് റിജക്റ്റഡ് കാണണം. അത് ഏത് പ്രോസസ്സാണ്? പ്രോസസ് 3 to 4-ലാണ് ഹീറ്റ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതി QL ഈസ് ഈക്വൽ ടു P3/V3 log to the base E V3/V4. അപ്പോൾ അവിടെ നമുക്ക് അറിയാം V3/V4 എന്ന് പറയുന്നത് V2/V1 ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ V3/V4നെ V2/V1 എന്നിങ്ങനെ എഴുതി. P3/V3 log to the base E V2/V1. ഇനി ഇവിടെ നമുക്ക് V3 കാണണം. നമുക്ക് 0.3-ലെ പ്രഷർ അറിയാം. ദെൻ V2/V1
റിലേഷൻ നമുക്ക് 2 ആണെന്നും അറിയാം. പക്ഷേ നമുക്കിനി V3 അറിയില്ല. 0.3 വോളിയം അറിയില്ല. വോളിയം നമുക്ക് കണ്ടെത്തണം. എങ്ങനെ? നമ്മൾ V3/V4 നമുക്കറിയാവുന്ന റിലേഷൻ ഇതാണ്. V3/V4 ഈക്വൽ ടു V2/V1 എന്നറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ ഔട്ട് ചെയ്യുന്നത് V3 ഈക്വൽ ടു V4 ഇൻറ്റു V2/V1 എന്ന് എഴുതി. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടെ നമുക്കറിയാം. V4/V1 എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയെങ്കിൽ V4 ഈക്വൽ ടു 5V1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ V4നെ റീപ്ലേസ് ചെയ്തു 5V1 എന്ന് എഴുതി. ദെൻ ഈ V2/V1 എത്രയാണ്? 2. അത് 2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V3യുടെ റിലേഷൻ V3 ഈസ് ഈക്വൽ ടു 5V1 ഇൻറ്റു 2 എന്ന് കിട്ടി. അപ്പോൾ ആ V1ൻ്റെ സ്ഥാനത്ത് 0.3 ആയിരുന്നു. കാരണം V1ലെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. സോ 5 ഇൻറ്റു 0.3 ഇൻറ്റു 2 അത് ചെയ്യുമ്പോൾ നമുക്ക് 3 മീറ്റർ ക്യൂബ് എന്ന് കിട്ടുന്നു. ഇതാണ് V3ലെ വോളിയം. ദെൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. P3 അറിയാം, V3 അറിയാം, log to the base E V2/V1. ഇനി ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ P3നെ ബാറിലായിരിക്കും ഉള്ളത്. അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ജൂള് ഹീറ്റാണ് റിജക്റ്റ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താം. ദെൻ വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ഇൻപുട്ട് മൈനസ് ഹീറ്റ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ QH മൈനസ് QL ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക്, ഇത്രയും ജൂളാണ് വർക്ക് ഡൺ. ദെൻ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തെർമൽ എഫിഷ്യൻസി. അതായത് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ തെർമൽ എഫിഷ്യൻസി എത്രയാണ് കിട്ടിയത്? 47.47 ആണ്. എന്ന് പറഞ്ഞാൽ 50% പോലും തെർമൽ എഫിഷ്യൻസി കാർനോട്ട് സൈക്കിളിൽ നിന്ന് കിട്ടുന്നില്ല. അതായത് എല്ലാ സൈക്കിളിനേക്കാളും തെർമൽ എഫിഷ്യൻസി കൂടിയ കാർനോട്ട് സൈക്കിളിന് പോലും ഒരു 50% തെർമൽ എഫിഷ്യൻസി ഇല്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സൈക്കിള്, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള സൈക്കിളിന് ഇതിനേക്കാളും കുറവ് തെർമൽ എഫിഷ്യൻസി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് കാർനോട്ട് സൈക്കിളും അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഓട്ടോ സൈക്കിളും അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം പഠിക്കാം. താങ്ക് യു.